നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുമോളുടെ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. തമിഴ്നാട് സ്വദേശിയായ ഭുവനേഷാണ് അനുമോളുടെ ജീവിത പങ്കാളി. വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോസുമെല്ലാം സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. ഇപ്പോഴിതാ ഹൽദി ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ അനുമോൾ പങ്കുവച്ചിരിക്കുകയാണ്. ഹൽദി വൈബ്സ് എന്ന അടിക്കുറിപ്പോടെയാണ് താരം ചിത്രങ്ങൾ പങ്കിട്ടത്. ഭർത്താവ് ഭുവനേഷിനൊപ്പം മഞ്ഞച്ചായവും പ്രണയവർണ്ണങ്ങളും വാരി വിതറി നടന്ന ഹൽദി ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. മുംബൈയിലെ ഏതോ കമ്പനിയിൽ നല്ലൊരു ജോലി ഭുവനുണ്ട്. എന്നാൽ എന്താണ് ജോലിയെന്നോ പ്രൊഫഷനോ അനുമോൾ വെളിപ്പെടുത്തിയിട്ടില്ല. പുതിയ വ്ലോഗ് കണ്ട് ആദ്യം പ്രൊപ്പോസ് ചെയ്തത് അനുമോൾ തന്നെയാകുമെന്ന നിഗമനത്തിലാണ് ഫോളോവേഴ്സ് എത്തിയിരിക്കുന്നത്. അനുമോളുടെ സംസാരത്തിൽ തന്നെ മനസ്സിലായി അനുമോളാണ് ഭുവനെ പ്രൊപ്പോസ് ചെയ്തതെന്ന്. ആര് പ്രൊപ്പോസ് ചെയ്തു എന്നതിലൊന്നും കാര്യമില്ല. രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടം തോന്നിയത് കൊണ്ടാണല്ലോ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. എങ്ങനെ കണ്ടുമുട്ടിയാലും എങ്ങനെയായാലും ഇനി മരണം വരെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്നിങ്ങനെയാണ് പ്രേക്ഷകർ കുറിച്ചത്. അനുമോളെ വിവാഹം ചെയ്തതിൽ ഭുവനേഷിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ജീവിതത്തിൽ നല്ലൊരു പങ്കാളിയെ കിട്ടി എന്നത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറം ഒരു സ്റ്റാൻഡം ആഗ്രഹിച്ച ആൾക്ക് ആവോളം അത് കിട്ടി എന്നതാണ്. അതിന്റെ തെളിവാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ മാറ്റം. ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഭുവനേഷ് കൊടുത്തിരിക്കുന്നത് ആക്ടർ, മോഡൽ എന്നൊക്കെയാണ്. എന്നിരുന്നാലും യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം റീൽ വീഡിയോകൾക്കപ്പുറം കൂടുതൽ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും നടന്നിട്ടില്ല. ആ റീൽ വീഡിയോകൾക്കും ഇൻസ്റ്റഗ്രാമിൽ വ്യൂസ് 8K, 6K, 13K, 16K എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. എന്നാൽ അനുമോളെ വിവാഹം ചെയ്തതിന് ശേഷം പങ്കുവച്ച റീലിന് 666K വ്യൂസ് ആണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഭുവൻ ആരെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിപ്പോഴും ചെയ്യുന്നില്ല. നേരത്തെ ഭുവനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് 129K ഫോളോവേഴ്സ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 263K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. യൂട്യൂബിൽ ഇതുവരെ ഷോർട്ട് വീഡിയോകൾ മാത്രമാണ് ഭുവൻ പങ്കുവച്ചിരിക്കുന്നത്. ആദ്യമായി പങ്കുവച്ച ഒരു വ്ലോഗ് വീഡിയോ കല്യാണത്തിന് വേണ്ടി തയ്യാറെടുത്ത് വരുന്ന ഒരു വീഡിയോയായിരുന്നു. 615K വ്യൂസ് ആണ് ആ ഒരൊറ്റ വീഡിയോയ്ക്ക് വന്നത്. 1000-ഓളം കമന്റുകളും ആ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. അനുവിന്റെ വരനാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ യൂട്യൂബിൽ 700 സബ്സ്ക്രൈബേഴ്സ് മാത്രമുണ്ടായിരുന്ന ചാനൽ ഇപ്പോൾ വെറും 3 ദിവസത്തിനുള്ളിൽ 32,000 സബ്സ്ക്രൈബേഴ്സായി മാറിയിരുന്നു. 2 വ്ലോഗുകൾ മാത്രമേ ഭുവനേഷിന്റെ ചാനലിൽ ഇതുവരെ പങ്കുവച്ചിട്ടുള്ളൂ. രണ്ടിനും നല്ല വ്യൂസ് വന്നിട്ടുണ്ട്. അനുമോൾ ബിഗ് ബോസിൽ PR കാരണമാണ് ജയിച്ചത് എന്ന് പറയുമ്പോൾ ഈ പവർ കാണണം. അനുമോൾ ഒരാൾ കാരണമാണ് വെറും 700-ൽ നിന്ന് 32,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയത് എന്ന് ആരാധകർ പറയുന്നു. ഭുവൻ ഒരു യൂട്യൂബ് ചാനലുണ്ടെന്നും ആ ചാനൽ ആക്റ്റീവ് ആക്കാൻ താൻ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും അനു പുതിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഭുവന്റെ ചാനലും ആക്റ്റീവ് ആകുമെന്ന സൂചന അനുവിന്റെ സംസാരത്തിലുണ്ട്. മുംബൈ ബേസ്ഡ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഭുവൻ. വർക്ക് ഫ്രം ഹോമാണ് എന്നും അനു വെളിപ്പെടുത്തിയിരുന്നു. വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് അനുമോൾ തിരുവനന്തപുരത്ത് റിസപ്ഷൻ സംഘടിപ്പിച്ചത്. വിവാഹമാണെന്നത് നേരത്തെ റിവീൽ ചെയ്യാത്തതിൽ എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ദേഷ്യമുണ്ടാകുമോ എന്ന് ആദ്യം ഞാൻ ചിന്തിച്ചിരുന്നു. ഞങ്ങളുടെ അടുത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് അവർ വിചാരിക്കുമെന്ന് കരുതി. പക്ഷേ കമന്റും മെസ്സേജും എല്ലാം ഞാൻ നോക്കി. ആരും അങ്ങനെ ഒരു വിഷമം പറഞ്ഞിട്ടില്ല. സന്തോഷമായി ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന നിമിഷമാണ് അനുമോളുടെ കല്യാണം. എന്തായാലും അവസാനം അനുമോൾ നല്ലൊരാളെ കല്യാണം കഴിച്ചല്ലോ എന്നൊക്കെയുള്ള കമന്റ്സുകളാണ് വന്നത്. അതൊക്കെ വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. വിവാഹത്തിന് വിളിക്കാത്ത പരാതിയും ആരും പറഞ്ഞില്ല. അനു കല്യാണം കഴിച്ച് കാണാൻ കഴിഞ്ഞല്ലോ എന്നാണ് പറയുന്നത്. അവരുടെ വീട്ടിലെ കുട്ടിയായിട്ടാണ് എന്നെ ആളുകൾ കാണുന്നത്. അതിലൊരുപാട് സന്തോഷം. റിസപ്ഷൻ കൊച്ചിയിൽ നടത്താനായിരുന്നു ആദ്യ പ്ലാൻ. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു, ജനിച്ചു വളർന്ന നാട്ടിലല്ലേ നടത്തേണ്ടത് എന്ന്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ റിസപ്ഷൻ വെക്കുകയായിരുന്നു. അനുമോള് പുതിയ വ്ലോഗിൽ പറയുന്നുണ്ട്. ഒപ്പം ഭർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത ചില ത്യാഗങ്ങളെക്കുറിച്ച് അനു നിറമിഴികളോടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഭുവനേഷ് തമിഴ്നാട് സ്വദേശിയാണ്. എനിക്ക് തിരുവനന്തപുരം വിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിദേശത്ത് പോയാൽ പോലും എനിക്ക് എന്റെ വീടും തിരുവനന്തപുരം ജില്ലയുമാണ് മെയിൻ. ഇവിടെ വരാതെ എനിക്ക് പറ്റില്ല. തിരുവനന്തപുരം വിട്ട് പോകാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് കൊച്ചിയിൽ പോയി പോലും സെറ്റിലാകാൻ ശ്രമിക്കാത്തത്. പത്മനാഭന്റെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉള്ളതായി തോന്നിയിട്ടുണ്ട്. തിരുവനന്തപുരം വിട്ട് വരാനുള്ള മടി ഞാൻ പറയും മുൻപ് തന്നെ ഭുവൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. വീടും അമ്മയും എല്ലാം ഇവിടെയല്ലേ, അതുകൊണ്ട് പുള്ളിയും അമ്മയും ഇവിടേക്ക് വന്നോളാമെന്ന്. അവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സന്തോഷം കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ക്രിഞ്ചായി തോന്നാം. കുറച്ചുപേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും. ഭുവനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം പുള്ളി സ്വന്തം നാടും വീടും ബന്ധുക്കളെയും എല്ലാം വിട്ടാണ് എനിക്ക് വേണ്ടി എന്റെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്.
അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വേണം. അവരെ എനിക്ക് എപ്പോഴും കാണണമെന്ന ആഗ്രഹം ഞാൻ ഭുവനേഷിനോട് പറഞ്ഞിട്ടുണ്ട്. അവരെ വിട്ടുമാറി നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഷൂട്ടിന് പോയാൽ ഷൂട്ട് കഴിഞ്ഞ് ഉടൻ തന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തും. എനിക്ക് എൻ്റെ വീട്ടിലെ എൻ്റെ മുറിയിൽ കിടന്നുറങ്ങാതെ സമാധാനം വരില്ല. പിന്നെ ഭുവനേഷിന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാനും ഒപ്പം പോകേണ്ടി വന്നേനെ എന്നും അനുമോൾ പറയുന്നുണ്ട്. അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് സ്ഥലം എനിക്കൊരു വിഷയമല്ല. ഫ്രണ്ട്സിനെയും സുഹൃത്തുക്കളെയും വിട്ട് വരുന്നതിൽ വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയല്ലേ എന്ന് മറുപടിയും നൽകി. തനിക്ക് വേണ്ടി അത്രയൊക്കെ ചെയ്ത ഭുവന് വേണ്ടി അനുമോളും എന്തെങ്കിലും ചെയ്യാതിരിക്കുമോ? ഇന്നലെ ഓഗസ്റ്റ് 21-നായിരുന്നു അനുമോളുടെയും ഭുവന്റെയും വെഡ്ഡിംഗ് റിസപ്ഷന്റെ വേദിയിൽ വെച്ച് അനുമോൾ ഭുവന് ഒരു സർപ്രൈസ് നൽകി. ഭുവന് മാത്രമല്ല, ഭുവന്റെ അമ്മയ്ക്കും അതൊരു ഇമോഷണൽ നിമിഷമായിരുന്നു. മറ്റൊന്നുമല്ല, അനുവിന്റെയും ഭുവന്റെയും ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഫോട്ടോയിൽ അമ്മയ്ക്കൊപ്പം ഭുവന്റെ അച്ഛന്റെ ഫോട്ടോയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഫ്രെയിമാണ് ഭുവന് അനുമോൾ സമ്മാനമായി നൽകിയത്. ഫ്രെയിം കണ്ടതും ഭുവനും അമ്മയും ഇമോഷണലായി. ഭുവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ചു. ഇമോഷണൽ ആവുന്നതും കാണാമായിരുന്നു. ഭുവന്റെ കുടുംബത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അനുമോൾ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നതൊന്നുമല്ല സത്യം. മുംബൈ ബേസ്ഡ് ഒരു കമ്പനിയിലാണ് ഭുവൻ ജോലി ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം ആണെന്നും ഭുവന് പെട്ടെന്ന് ജോലിയിലേക്ക് തിരിച്ചു കയറേണ്ടതിനാൽ ഹണിമൂൺ പ്ലാനൊന്നും പെട്ടെന്നില്ല എന്നും അനുമോൾ പറഞ്ഞിരുന്നു. പ്രണയവിവാഹമാണോ അറേഞ്ച്ഡ് ആണോ, എങ്ങനെ വിവാഹത്തിലേക്ക് എത്തി എന്നൊക്കെയുള്ള കാര്യം തന്റെ വീഡിയോയിലൂടെ തന്നെ പങ്കുവയ്ക്കും എന്നും അനുമോൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട എല്ലാവരും വിവാഹത്തിൽ പങ്കെടുത്തു. വളരെയധികം ക്ലോസ് ആയ 100 പേരെ മാത്രമേ ഞാൻ ക്ഷണിച്ചിട്ടുള്ളൂ. അവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമാണ്. കുറച്ച് ദിവസങ്ങളായി ഉറക്കമൊന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ നടക്കാനുള്ള വെപ്രാളമായിരുന്നു. ഭുവന്റെ ഡ്രസ് ഡിസൈൻ ചെയ്തു കൊടുത്തതും എല്ലാം സെറ്റാക്കിയതും അനുമോൾ തന്നെയാണത്രേ. ഇടുമ്പോൾ മാത്രമാണത് ഭുവൻ കണ്ടത്, ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കാൻ അനുമോൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാണ് ഭുവൻ പറയുന്നത്. പക്ഷെ അത് നമ്മുടെ കല്യാണത്തിനല്ലേ, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എത്ര കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഭുവന്റെ നല്ല പിന്തുണയും ഉണ്ടായിരുന്നു. കല്യാണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നതോടുകൂടെ മതി, അധികം ആർഭാടം വേണ്ട എന്നായിരുന്നു അത്രേ ഭുവൻ പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ ആഘോഷമാക്കണമെന്നത് അനുവിന്റെ ആഗ്രഹമായിരുന്നു എന്ന് കല്യാണം നന്നായി ഒരുങ്ങി എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഒരു ആഘോഷമായിരിക്കണമെന്ന് അനുമോൾ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ വേണമെന്ന് പറഞ്ഞതും അനുവാണ്. അതുകൊണ്ട് എത്ര ക്ഷീണം തോന്നിയാലും ഞാൻ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഇനി ഇതുപോലൊരു ആഘോഷമൊക്കെ വരണമെങ്കിൽ ഞങ്ങൾക്കൊരു കുഞ്ഞൊക്കെ ജനിക്കുമ്പോഴല്ലേ പറ്റൂ. അതെന്തായാലും ഉടനെയില്ല. എന്നാലും അതുവരെ കാത്തിരിക്കേണ്ടേ, അതുകൊണ്ട് കല്യാണം ആഘോഷമാക്കാം എന്ന് കരുതി. പിന്നെ ഭുവനെ കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളും കണ്ടു. നടനാണെന്നൊക്കെ അതൊന്നുമല്ല സത്യം. എന്താണ് ജോലി, എങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു, പ്രണയിച്ചു എന്നൊക്കെയുള്ള കാര്യം വരും ദിവസങ്ങളിൽ മറ്റു വീഡിയോകളിലൂടെ പങ്കുവയ്ക്കാമെന്നും അനു പറഞ്ഞിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.